പി ദിവ്യ രാജിവെച്ച ആ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. LDF സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് TK രത്നകുമാരിയും UDF സ്ഥാനാർത്ഥിയായി ജൂബിലി ചാക്കോയുമാണ് മത്സരിക്കുന്നത്. അംഗസംഖ്യ അനുസരിച്ച് LDF സ്ഥാനാർത്ഥി വിജയിക്കും. തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായി തുടരുന്ന പി ദിവ്യ വോട്ട് രേഖപ്പെടുത്താൻ എത്തില്ല. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദിവ്യ വോട്ട് ചെയ്യാൻ എത്താത്തത്. ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ മേൽനോട്ടത്തിലാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അർജുൻ കല്യാട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, പി ദിവ്യ വിവാദങ്ങൾ മാറ്റി നിർത്തിയാൽ ഒരു മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എന്ന അഭിപ്രായം അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് തന്നെയുണ്ട്. മാത്രവുമല്ല, ഒരുപാട് കാര്യങ്ങൾ പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനു ശേഷം കണ്ണൂരിൽ ചെയ്തു. അവരുടെ നേതൃത്വ ശേഷി അവർ തന്നെ വികസിപ്പിച്ചെടുത്തത് ജില്ലാ പഞ്ചായത്ത് അംഗമായും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടും ആ പദവികളിൽ ഇരുന്നപ്പോഴാണ്. ഇനി പി ദിവ്യയ്ക്കൊരു തുടർച്ചയെന്ന വണ്ണം LDFിലെ രത്നകുമാരിയാണ് വരാൻ പോകുന്നത്. നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ LDFിന് വലിയ ഒരു ഭീഷണിയല്ല UDF സ്ഥാനാർത്ഥി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിലുള്ള അംഗസംഖ്യ LDFിന് അനുകൂലവുമാണ്. അപ്പോൾ രത്നകുമാരി തന്നെയാവും നിലവിൽ അടുത്ത ജില്ലാ പ്രസിഡന്റ് എന്നത് ഏകദേശം നമുക്ക് ഉറപ്പിക്കാം, അല്ലേ അർജുൻ കല്യാൺ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പി ദിവ്യയെ സംബന്ധിച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ കഴിഞ്ഞ 14 വർഷം പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. കഴിഞ്ഞ 4 വർഷമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ഒരുപാട് അന്തർദേശീയ പുരസ്കാരം ഉൾപ്പെടെ ജില്ലാ പഞ്ചായത്തിന് നേടിയ കാര്യം ഈ പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകൻ കോടതിയെ സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിൽ ഒരു നല്ല റെക്കോർഡുള്ള ഒരു സ്ത്രീയാണ് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വാദം. എന്നിരുന്നാൽ കൂടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ആ ഒഴിവിലേക്കാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അഡ്വക്കേറ്റ് TK രത്നകുമാരി എന്തായാലും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അംഗസംഖ്യ LDFിന് വലിയ രീതിയിൽ മേൽക്കൈയുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് കൂടിയാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്. അതുകൊണ്ട് തന്നെ TK രത്നകുമാരിക്ക് ഇനിയിപ്പോൾ ഒരു വലിയ ഭീഷണി ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ UDF എന്തായാലും മത്സര രംഗത്തുണ്ട്. ജൂബിലി ചാക്കോയാണ് അവരുടെ ഒരു വനിതാ അംഗമായിട്ടുള്ള ജൂബിലി ചാക്കോയാണ് UDFിന് വേണ്ടി മത്സരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി, അതായത് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് യോഗത്തിനും വികസന സമിതിയിലുമെല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ വോട്ടെടുപ്പിന് ശേഷമോ മുൻപോ ഏതെങ്കിലും തരത്തിൽ UDF അംഗങ്ങൾ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയായിരിക്കും ഈ വോട്ടെടുപ്പിന് പോവുക, അല്ലെങ്കിൽ വോട്ടെടുപ്പിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരിക എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായി മറ്റൊരു കാര്യം, ജില്ലാ കളക്ടർ കൂടിയായിട്ടുള്ള ഈ സംഭവങ്ങളിൽ ജില്ലാ കളക്ടറുടെ പങ്ക് കൂടി അന്വേഷിക്കണം, ഗൂഢാലോചനയിൽ ജില്ലാ കളക്ടർക്ക് പങ്കുണ്ട് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അരുൺ കെ വിജയൻ്റെ നേതൃത്വത്തിൽ, ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ വരണാധികാരിയായി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നത്. പി ദിവ്യ പക്ഷേ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കില്ല. ജില്ലാ പഞ്ചായത്ത് അംഗം സാധാരണ രീതിയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നിയമോപദേശത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് സാക്ഷികളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കണമെന്നുള്ള ഒരു നിയമോപദേശമാണ് പ്രതിഭാഗം അഭിഭാഷകനായിട്ടുള്ള K വിശ്വൻ പി ദിവ്യയ്ക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഇന്നിപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പി ദിവ്യ പങ്കെടുക്കാത്തത്. 11 മണിയോടുകൂടിയായിരിക്കും ഇതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക. എന്തായാലും LDF സ്ഥാനാർത്ഥി ഈ അഡ്വക്കേറ്റ് TK രത്നകുമാരി വിജയിക്കും. TK രത്നകുമാരിയെ തിരഞ്ഞെടുക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്താനുള്ള കാരണം ഈ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളിൽ ഏറ്റവും മുതിർന്ന പാർട്ടി അംഗം, ഏരിയ കമ്മിറ്റി അംഗം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് TK രത്നകുമാരിയാണ്. അതുകൊണ്ടുകൂടിയാണ് TK രത്നകുമാരിയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കാൻ വേണ്ടി CPIM തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. വലിയൊരു വെല്ലുവിളിയല്ല ഈ അംഗങ്ങളുടെ അംഗബലത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് കൊണ്ടുകൂടിയാണ് ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി നിഷ്പ്രയാസം തന്നെ പി ദിവ്യ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്ന് 11 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും. അരുൺ.